പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മാർച്ച് 26 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ,
ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. നമ്മളിന്ന് ഉടമ്പടി ഉപയോഗിക്കുന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ, നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന്. അതിന് നേരത്തെ നാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ദൈവ പരിപാലന എന്നാണ്, പ്രൊവിഡൻസ്. അത് സാധാരണ ആൾക്കാർ അങ്ങനെ പറയണം, എന്നുവെച്ചാൽ ഡിവോയിഡ് ഓഫ് എനി ഫിസിക്കൽ മെറിറ്റ്സ്. അവരുടെ ജീവിതത്തിൽ ഒരു ഭൗതികമായ ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ വരുമ്പോൾ, എന്നിട്ടും അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ പറയണതാണ് ഇത് ദൈവപരിപാലനയാണെന്ന് പറയും. ദൈവപരിപാലന എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ദൈവപരിപാലന എന്ന് പറയണതും ഇന്ന് കൃപയെന്ന് പറയണതും ഈ രണ്ടും കണ്ടൻറ്റ് വൈസ് ഒന്നാണ്. പിന്നെ ആപ്ലിക്കേഷൻ വൈസ് ദൈവപരിപാലന ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ഏകപക്ഷികമായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കൃപ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തിന് നീതീകരിക്കുന്ന ഗാഠമായ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പദ്ധതി അനുസരിച്ചുകൊണ്ട് ദൈവപ്രസാദം കൂടാനുള്ള സാധ്യതയുണ്ട്. കാര്യത്തെ കൃപ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലാണ്. അങ്ങനെ പറയണത്. കൃപയെ പറഞ്ഞപ്പോൾ മേൽകൃപയെന്നും കൂടി വാക്ക് പറഞ്ഞായിരുന്നു. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുക. അപ്പൊ ഈ കഴിവാണ് കൃപയായിട്ട് പിന്നീട് യോഹന്നാൻ 1:12 കഴിവെന്ന് പറഞ്ഞ സംഭവമാണ് ശരിക്കും പറഞ്ഞ യോഹന്നാൻ 1:16 കൃപയെന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ പവറാണ് ശരിക്കും. ഇത് നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പം സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാമല്ലോ. ചില ആൾക്കാർക്ക് കൃപ കുറവും, കുറച്ച് പേർക്ക് കൂടുതലും വരാൻ കാര്യം എന്താണ്? അത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ വ്യക്തിക്ക് ഇപ്പോൾ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഒരേ റിസൾട്ട് അല്ലല്ലോ. ഇന്നൊരു സാക്ഷ്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം സ്പെയിനിലാണ് വർക്ക് ചെയ്യണത്. അവിടെയൊക്കെ ചെന്ന് അദ്ദേഹം ആ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം ജോലി അദ്ദേഹം കിട്ടണില്ല. 54 വയസ്സായിട്ടുണ്ട്. ഇയാൾ ചെയ്യണ വർക്കെന്ന് പറയണത് ഇപ്പോൾ അത് ജോലി കിട്ടിയോണ്ട് അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞത് അല്ല. വർക്ക് എന്ന് പറയണത് ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് സ്പാനിഷ് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്തിനാണ്? ഇയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി സ്പെയിൻകാരുണ്ട്. അപ്പോൾ ഈ സ്പാനിഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എന്താ ചെയ്യണത്? ഇങ്ങേർക്ക് മുറി സ്പാനിഷ് അറിയാൻ പാടുള്ളൂ. ആ അറിയാവുന്ന സ്പാനിഷ് വെച്ചുകൊണ്ട് ഇയാൾ കൃപാസനം എന്ന് പറയുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷീകരണ സ്ഥലമാണ്. അതിലേക്ക് ഒത്തിരിയേറെ മനുഷ്യർ കടന്നു വരുന്നുണ്ട്. നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. ഈ പത്രം തരുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് ഈ സ്പാനിഷ് ഭാഷയിൽ ഈ പത്രത്തിൽ എഴുതി വെച്ചിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതി വെച്ചിട്ടാണ് ഓരോരുത്തർക്കും പത്രം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് കാണിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, സിൻസിയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാലും നമുക്കൊരു സൈദ്ധാന്തിക ഐഡിയോളജിക്കൽ ഫെയ്ത്ത് കാണാം. പക്ഷേ ഈ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല. പുല്ല് തിന്നുന്ന പശു എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് പുറത്തുള്ള പശുവാണ്. അതെന്ന് വെച്ചാൽ മിക്കവാറും പ്രവർത്തികളാണ് വരണത്. പ്രവർത്തികളെന്ന് പറയുമ്പോൾ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കൊണ്ട് ഈ കഴിവ് വർദ്ധിക്കും. ഉടമ്പടി നമ്മൾ ചെയ്യണ ഇതാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞില്ലേ? ആ കഴിവ് തന്നെയാണ് 1:16 വരുമ്പോൾ കൃപയായിട്ട് നമുക്ക് യോഹന്നാൻ വിശദീകരിച്ച് തരണത്. അപ്പോൾ ഈ കഴിവ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഈ സ്പെയിൻകാരന് ഇപ്പോൾ ഈ മലയാളി സ്പാനിഷ് ചെന്നിട്ട് ആ സ്പെയിൻ ഭാഷ പഠിച്ചിട്ടു
കൃപാസനം പത്രം സ്പെയിൻകാർക്ക് കൊടുക്കുമ്പോൾ സ്പാനിഷ് ഭാഷയിൽ കൃപാസനത്തെയും കൃപാസനം മാതാവിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. അയാളുടെ ജോലി അയാൾ പറഞ്ഞു കേൾക്കണം. അയാൾ പറയണ എൻ്റെ ഈ പ്രായത്തിന് ഞാൻ ചിന്തിക്കാത്ത അത്രയും ശമ്പളത്തിലാണ് അമ്മ എന്നെ പ്രൈസ് ചെയ്യുന്നത്. എങ്ങനെ പ്രൈസ് ചെയ്യാതിരിക്കും? കാര്യം കൃപയ്ക്ക് മേൽകൃപയല്ലേ വരണത്, മേൽകൃപയല്ലേ വരണത്. ഇതുകൊണ്ടാണ് ഈ ഇഡിയറ്റ്സിനോട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ മക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉടമ്പടി ചെയ്യാൻ. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഉടമ്പടി ചെയ്ത വർക്കുകൾ നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുക, ഒപ്പിച്ചുണ്ടാക്കുക, ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടുക, ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കരുത്. എന്ന് വെച്ചാൽ പക്ഷേ ഇതുപോലെ സത്യസന്ധമായിട്ട് ദൈവത്തിന് ഒരിക്കൽ നമ്മൾ സത്യസന്ധരാണെന്ന് തോന്നിയ കാര്യം, സത്യസന്ധനായ മനുഷ്യൻ എപ്പോഴും സത്യസന്ധനായിരിക്കും. അപ്പം അങ്ങനെ ഒരാളെ ദൈവത്തിന് ഒരിക്കൽ സത്യസന്ധനായി തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, മാനുഷികമായ എന്തെങ്കിലും കുറവ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഉടമ്പടി ഒന്ന് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. എന്നാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ്. ദൈവമാണെങ്കിൽ സത്യം എന്നല്ലേ ഈശോ പറഞ്ഞില്ലേ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞില്ലേ. അപ്പം ദൈവത്തിന് ഈ സത്യമുള്ള ഒരാളെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. സത്യമുള്ള ഒരാൾ. കാര്യം നമുക്ക് ഭയങ്കര പാടാണ് ഈ ഒരാളെ കിട്ടാൻ, ഒരു വലിയ പാടാണ്. ഈ മാതാവിനെ തന്നെ 4000 ലേഡീസിന് എത്രയോ 4000 കൊല്ലം എടുത്തിട്ടാണ് ഈ ലേഡീസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവസാനം കന്യാമറിയത്തിലേക്ക് ദൈവം വരണത്, ഈ വലിയ റെഡിയും പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി. 4000 കൊല്ലത്തെ അഭിമുഖങ്ങൾ കഴിഞ്ഞിട്ടല്ലേ. കാര്യം ഇതിനൊരു മോഡലുണ്ടല്ലോ. ദൈവം ആദ്യമേ തന്നെ ഈ രക്ഷകൻ്റെ അമ്മയുടെ യോഗ്യത പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ. ആ ഒരാൾ പരുവപ്പെട്ട ഒരാളെ കിട്ടണമെങ്കിൽ 4000 കൊല്ലം എടുത്താൽ പറയണം. അപ്പോൾ ദൈവമാണെങ്കിൽ ഒരാളെ നമുക്കെപ്പോഴും മുമ്പ് നമ്മുടെ വിശ്വാസം ഉയർത്തുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഷോർട്ട് കട്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയുള്ള ഒരാളായി ദൈവത്തിന് മനസ്സിലാകണം. അത് ഭയങ്കര വിജയമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗേഹത്തിൽ ആര് വസിക്കുമെന്ന് ചോദിച്ചിട്ട് കുറേ കാര്യം പറയുന്നില്ലേ. കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസം ഉറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. ഇതാണ് ഈ ഒരു സങ്കീർത്തനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. ഈ 15-ാം സങ്കീർത്തനം. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കഴിവിങ്ങനെ, ഇപ്പോൾ യോഹന്നാൻ 1:12 കഴിവിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ദൈവമക്കളെന്ന് പറഞ്ഞാൽ കഴിവ് നൽകിയെന്ന് പറഞ്ഞാൽ പലതരം മക്കളില്ലേ. കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്, കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയവരുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നേറ്റതൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഓർത്തേക്കണം. അപ്പം നല്ല കഴിവുള്ള മക്കളാകാൻ 15-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് നമ്മളെ തന്നെ പരുവപ്പെടുത്തിയെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.